എല്ലാ ആഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ആഴ്ച ഇപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് രഹസ്യ സ്വഭാവമുള്ള ഒരു വോട്ടിംഗ് രീതിയാണ് അപ്പൊ സ്വീകരിച്ചിട്ടുള്ളത്. ബാലറ്റ് വോട്ടിംഗ് ആണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. പുതിയതായിട്ട് വന്നേക്കണ പവർ ടീം ഒഴികെ ബാക്കി എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തർ അവർ ഗ്രൂപ്പ് ചേർന്ന് തീരുമാനിച്ചിട്ട് അതിൽ നിന്നും ഓരോരുത്തർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെൻ ടീമിൽ നിന്നൊക്കെ ഗ്രൂപ്പ് ചേർന്ന് അവർ തീരുമാനിച്ച ജിൻഡോയിനാണ്. അതുപോലെ നെക്സ്റ്റ് ടീമിൽ നിന്ന് ശ്രീരേഖയാണ് മത്സരിക്കുന്നത്. അതുപോലെ പവർ ടീമിൽ നിന്ന് മത്സരിക്കുന്നത് ഗബ്രിയാണ്. ഇത് കൂടാതെ ബിഗ് ബോസ് പറയും സ്വതന്ത്രമായിട്ട് മത്സരിക്കാം എന്നുള്ളത്. അപ്പൊ ജിൻഡോയുടെ ടീമിൽ നിന്ന് നന്ദനയും അതുപോലെ തന്നെ അഭിഷേക് ജയദീവും മത്സരിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റിൽ നിന്ന് ശ്രീതുവും മത്സരിക്കാൻ വന്നു. നെക്സ്റ്റ് ടീംകാരെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീതു മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു. എന്നാൽ അവിടെ ചെന്നിരുന്നപ്പോൾ എന്ത് ചെയ്തു, ശ്രീരേഖ ക്യാപ്റ്റൻ ആവാനുള്ള രീതിയിൽ എണീറ്റ് ചെയ്തു. അങ്ങനെ അതവിടെ വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അപ്പൊ ശ്രീതുവിന് ഒരുപാട് വിഷമം വന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീതു ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ശ്രീതു ക്യാപ്റ്റൻ ആവട്ടെ എന്ന് കുറെ പ്രാവശ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ശ്രീരേഖ അങ്ങനെ ചെയ്തു. അതെന്നാന്ന് വെച്ചാൽ ശ്രീതുവിന്റെ നെക്സ്റ്റ് ഗ്രൂപ്പുകാർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സിവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ വരുവാണെങ്കിൽ നമുക്ക് ഫുൾ ഗ്രൂപ്പ് ചേർന്നിട്ട് ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ വേറൊരാൾ അവിടെ ക്യാപ്റ്റനായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ജിൻഡോ വരട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പവർ ടീമിലേക്ക് വരുന്ന ആളുകൾ ജാൻമണിയുടെയും ഒക്കെ ഉള്ള ടീം ജിൻഡോ ആയിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ടീമാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങൾക്കും കുറച്ചുകൂടി എളുപ്പമുണ്ട് ജിൻഡപ്പം വരുവാണെങ്കിൽ. അപ്പൊ ശ്രീധുവിന് എന്തായാലും എങ്ങനെയായാലും ജിൻഡോ വന്നു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവരങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശ്രീധുവിന് അത് കുഴപ്പമില്ല, എന്തായാലും നിന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ശ്രീധു പോയത്. ശ്രീരേഖ പറയുന്നത് ശ്രീരേഖ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ശ്രീധുവിന് ആരും വോട്ട് ചെയ്തില്ലെങ്കിൽ സങ്കടം ആവണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീരേഖ അവിടെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതൊരു വിഷയമായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ശ്രീധുവും മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. ജിൻഡോയും സായിയുള്ള ഗ്രൂപ്പിൽ അവർക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. സ്വതന്ത്രമായിട്ട് മത്സരിക്കാന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, അഭിഷേക് ജയദീപും നന്ദനയും എണീറ്റിരിക്കുകയുണ്ടായി. ജിൻഡോയുടെ ടീം എന്നല്ലെങ്കിലും ജിൻഡോയ്ക്ക് പിന്നെ നോറ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്ദനയും അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിലാകെ വോട്ട് ചെയ്യാൻ സായി മാത്രമേ ഉള്ളൂ. സായി, ഋഷി, അൻസിബ, സിബിൻ ഇവരെല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല പുതിയതായിട്ട് വന്ന പവർ ടീം ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ട് കൊടുക്കത്തുള്ളൂ. അവർ പവർ ടീം ആവാൻ വേണ്ടിയായിരുന്നുള്ളൂ ജിൻഡോ വടംവലിക്കൊക്കെ മത്സരിക്കാനൊക്കെ അവരുടെ കൂടെ ചെന്നത്. അപ്പൊ ആ വോട്ടും ജിൻഡോയ്ക്ക് തന്നെയാണ് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ജിൻഡോ തന്നെയാണ് ക്യാപ്റ്റൻ ആവുകയുള്ളൂ. അപ്പോൾ വൈകിട്ടാണ് ബാലറ്റ് വോട്ടിംഗ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.